കെ സുധാകരൻ ഇത്തവണ മത്സരിക്കുക എന്നുള്ളതല്ല ആ പാർട്ടിയിലെ ഒരു വലിയ യുവജന വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവർ കെ സുധാകരൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ആ സമയത്ത് സുധാകരന് ഒപ്പം നിൽക്കണമോ വേണ്ടയോ എന്ന വലിയൊരു പ്രതിസന്ധി, ആശയക്കുഴപ്പം അവർക്കുണ്ടാകും. സുധാകരനെ വിശ്വസിച്ചിറങ്ങിയിട്ടുണ്ട് എങ്കിൽ നാളെ അവരുടെ രാഷ്ട്രീയ ഭാവി എന്താണ്? ഈ പറയുന്ന ലീഡർക്കൊപ്പം പോയ കെ കരുണാകരനൊപ്പം പോയ ആളുകൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? അതിൽ പകുതി പേരെ പാർട്ടിയിലേക്ക് പിന്നീട് തിരിച്ചു വന്നിട്ടുള്ളൂ. പകുതി പേർ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യമുണ്ടായി. ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ എളുപ്പമാണ്. നാളെ സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോവുകയും പാർട്ടിയിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ സുധാകരനൊപ്പം പോയ ആളുകൾക്കോ? അവർ പിന്നീട് എപ്പോഴും പാർട്ടിയെ ഉപേക്ഷിക്കാൻ ആ പ്രായത്തിൽ തയ്യാറായ ആളുകൾ എന്ന നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം കണ്ണൂർ പോലെ ഒരിടത്ത് രാഷ്ട്രീയമായി നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണല്ലോ എത്രത്തോളം വലിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടതാണ്. ആ സമയത്ത് കോൺഗ്രസിന്റെ കോട്ട എന്ന നിലയ്ക്ക് നിലയുറപ്പിച്ച എത്രയോ ചെറുപ്പക്കാരായ നേതാക്കളുണ്ട്. അവരൊക്കെ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് പോയേനെ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് 3 മണ്ഡലം കമ്മിറ്റികൾ സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സുധാകരൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. പക്ഷേ 2 ഡിവിഷനുകൾ സുധാകരനോട് എതിരഭിപ്രായം വെച്ചു. അപ്പോൾ കണ്ണൂരിലെ കോട്ട, കോൺഗ്രസിന്റെ കോട്ട രണ്ടായി പിളരുന്ന സാഹചര്യമുണ്ടാകും. അതായത് സുധാകരൻ ഒന്ന് തീരുമാനിച്ചാൽ അതിനൊപ്പം മുണ്ടും മടക്കി കുത്തി ഇറങ്ങുന്നവരല്ല കണ്ണൂരിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും. അതേസമയത്ത് അങ്ങനെ ഇറങ്ങുന്നവരും ഉണ്ടാകും. അവരെയൊക്കെ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടാതെ രക്ഷിച്ചു എന്നുള്ളതാണ് ഒന്ന്. അങ്ങനെ സുധാകരന്റെ കാര്യം ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഉചിതമായ ഒരു തീരുമാനം ഈ നിമിഷം കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഖാർഗെയുടെ ഒരൊറ്റ ഫോൺ കോളിൽ തീരുമാനിക്കാൻ കഴിയുന്നതായിരുന്നു ഈ പ്രശ്നമെങ്കിൽ ആ ഫോൺ കോളിന് ഇത്രയും ദിവസം ഖാർഗെ താമസിപ്പിച്ചതെന്തിനാണ്? രാഹുൽ ഗാന്ധി താമസിപ്പിച്ചതെന്താണ്? അതായത് എല്ലാം തീർന്നു എന്ന് സുധാകരൻ തീരുമാനമെടുക്കുന്നത് വരെയും അത് മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ചതെന്തിനാണ്? ഒരു പാർട്ടി സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കഴിയാതെ ചക്രശ്വാസം വലിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവരായിരുന്നു ഈ കേന്ദ്ര നേതാക്കൾ. അപ്പോൾ ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നില്ലേ?